Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 15 വാക്യം വായിക്കുന്നു. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. Book of Genesis, chapter 28, verses 15, and, Behold, I am with thee. והנה אנכי עמך. V'hineh എന്ന വാക്ക് ആൻഡ് എന്നർത്ഥമുള്ള വ് എന്ന സംയോജനവും ഹിന്നേഹ് എന്ന പദവും ചേർന്നതാണ്. ഹിന്നേഹ് എന്നതിനർത്ഥം ബിഹോൾഡ് അല്ലെങ്കിൽ ഇതാ അല്ലെങ്കിൽ കാണുക എന്നൊക്കെയാണ്. അതുകൊണ്ട് ഹിന്നേഹ് എന്നു പറഞ്ഞാൽ ആൻഡ് ബിഹോൾഡ് അല്ലെങ്കിൽ ആൻഡ് സി എന്നാണ്. വെളിപ്പെടുത്താൻ പോകുന്ന ശ്രദ്ധേയമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ശ്രദ്ധ ആകർഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഹീബ്രു ബൈബിളിൽ അത് പലപ്പോഴും ഒരു സുപ്രധാന സംഭവത്തിനോ ദൈവിക ആശയവിനിമയത്തിനോ അല്ലെങ്കിൽ ആഖ്യാനത്തിലെ മാറ്റത്തിനോ മുമ്പാണ്. ഇനിപ്പറയുന്നവയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആശ്ചര്യം ഊന്നിപ്പറയാൻ ആണ് ഇത് ഉപയോഗിക്കുന്നത്. The word വിനെ is a combination of the conjunction with meaning and the word, ഹിന് which means behold, lo, or see. Therefore, വിനെ translates to and behold, and lo, or and see. It is used to draw attention to something remarkable or unexpected that is about to be revealed. In the Hebrew Bible, it often precedes a significant event, a divine communication, or a change in the narrative. It serves to emphasize the importance or surprise of what follows. അനഖി എന്നത് ഐ എന്നതിന്റെ ഹീബ്രു പദമാണ്. ഇത് ഇംഗ്ലീഷിൽ ഐ എന്നതിന് സമാനമായ ഒരു ഫസ്റ്റ് പേഴ്സൺ ഏകവചന സർവനാമമാണ്. പ്രഭാഷകന്റെ ഐഡന്റിറ്റി ഹൈലൈറ്റ് ചെയ്യുന്നതിനോ ശക്തമായ വ്യക്തിപരമായ പ്രസ്താവന പ്രകടിപ്പിക്കുന്നതിനോ ഊന്നൽ നൽകുന്നതിന് ഈ സർവനാമം പലപ്പോഴും ഉപയോഗിക്കുന്നു. എബ്രായ ബൈബിളിലുടനീളം പലപ്പോഴും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലോ ദൈവിക ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോ ഇത് ഉപയോഗിച്ചതായി നമുക്ക് കാണാം. അനഖി Is the Hebrew word for I. It's a first-person singular pronoun, similar to I in English. This form of the pronoun is often used for emphasis, to highlight the speaker's identity or to express a strong personal statement. You'll find it used throughout the Hebrew Bible, often in important pronouncements or declarations. ഇമ്മക് എന്ന ഹീബ്രു പ്രിപോസിഷണൽ വാക്യത്തിന്റെ അർത്ഥം നിന്നോടുകൂടെ എന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രീപോസിഷൻ ഇമ്മിൻ കൂടെ എന്നർത്ഥം. രണ്ടാമത്തെ വ്യക്തി ഏകവചന പ്രത്യയം ഇഹ് നിങ്ങളെ എന്നാണർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇമ്മഹ് പ്രത്യേകമായി അർത്ഥമാക്കുന്നത് നിന്നോടുകൂടെ എന്നാണ്. ഇമ്മഹ് is a Hebrew prepositional phrase and its meaning, with you. It's composed of preposition im meaning with, the second person's singular suffix ich meaning you, therefore, immach specifically means with you. Thank you for watching our videos. Please like, share, and subscribe to our YouTube channel. Please don't forget to comment below. We are using simple techniques to learn languages throughout our lessons. So please watch our videos regularly for best results. Have a great time.